ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഗോതിക് ക്ലാസിക് നോവലായ എമിലി ബ്രോണ്ടയുടെ വുദറിംഗ് ഹൈറ്റ്സിനെ കുറിച്ചാണ്. സോ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ. അതായത് ഗോതിക് ക്ലാസിക് നോവലാണ്, ഒരു ചെറിയ ഹൊറർ ഫീലൊക്കെ കൊടുക്കുന്ന നോവലാണ്. അതായത് ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റർ എമിലി ബ്രോണ്ടി എന്ന് പറയുന്ന റൈറ്റർ ജീവിച്ചിരുന്ന കാലത്ത് പബ്ലിഷ് ആയിട്ടുള്ള ഒരേ ഒരു നോവലാണ്. ഇതിലേ ഉള്ളത് ഒരു റിച്ച് ലാംഗ്വേജ് ആണ്. അതായത് ഒരു കാഷ്വൽ ലാംഗ്വേജ് അല്ല, സാഹിത്യത്തിൻ്റെ ഒരു റിച്ച്നെസ് അതിലുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ വൊക്കാബുലറീസും ഭയങ്കര സൂക്ഷിച്ചാണ് റൈറ്റർ എടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്, അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അതിമനോഹരമാണ്. കാരണം ഓരോ വാക്കുകളിലും ഓരോ സെൻറ്റൻസിലും നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് മുന്നിലേക്ക്. അപ്പം നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ആ നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ആ ഒരു ലാൻഡ്സ്കേപ്പ് എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. സോ അത്രയും ഡീപ്പായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് തന്നിട്ടാണ് ലാംഗ്വേജ് റൈറ്റർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതിലെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതിലെ ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതിലെ വിഷ്വൽ ആസ്പെക്റ്റും. ഇനി നോവലിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹീത്ത് ക്ലിഫ്, നമുക്കൊരു മോൺസ്റ്റർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു നോവൽ ഞാൻ ഇതിന് മുന്നേ വായിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, ഒരുപാട് തീംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു നോവലാണ് വുദറിംഗ് ഹൈറ്റ്സ്. ഇതിൽ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, അതുപോലെ തന്നെ വെഞ്ചൻസ്, പ്രതികാരമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ദേഷ്യം. അതായത് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോയിട്ടും തീരാത്ത അത്ര ദേഷ്യമാണ് ഇതിൽ നമുക്ക് കാണുന്നത്. പ്രതികാര മനോഭാവമൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. അതിനെ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ അതുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ ഒരു ന്യായം കാണാൻ പറ്റും, എന്നാൽ അതിൽ അന്യായം ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു അല്ലേ, ഇതിലെ മെയിൻ ക്യാരക്ടർ ഹീത്ത് ക്ലിഫാണ്. സോ ഒരു സമയം നമുക്ക് ഇയാളോട് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നും. വെറുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയാളെ കൊല്ലാൻ അത്ര ദേഷ്യമൊക്കെ തോന്നും നമുക്ക്. പക്ഷെ അടുത്ത പോയിന്റിൽ അയാളുടെ ഒരു പതനം സംഭവിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് അയാളോട് എന്തെന്നില്ലാത്തൊരു കരുണയോ ഒരു പോട്ടെ എന്നുള്ള മട്ടിലേക്ക് നമ്മൾ എത്തും. അതായത് അയാൾ ഇത്രയും അതുപോലെ എത്ര ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവിച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നും. അപ്പം അതാണ് എനിക്ക് തോന്നുന്നു റൈറ്ററിൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരിക്കണം. ഐ മീൻ ഒരു മനുഷ്യൻ്റെ മരണത്തോടടുക്കുമ്പോഴാണ് നമ്മളുടെ അയാളുടെ ഏറ്റവും വീക്ക് പോയിന്റ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ഒരു കഥ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല. സാഹചര്യം ഇങ്ങനെയാണ്. അതായത് എൻഷാ എന്ന് പറയുന്ന മനുഷ്യൻ രണ്ട് മക്കൾ, കാതറീനും അതുപോലെ തന്നെ ഹിൻലി. അപ്പോൾ അദ്ദേഹം ലണ്ടനിലേക്ക് ഒരു കച്ചവടത്തിന് പോകുമ്പോഴേക്കും എന്താണ് തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പം അവരവരുടേതായ ആഗ്രഹങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ പറയുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു ഓഫനായിട്ടുള്ള, ഒരു അനാഥനായിട്ടുള്ള ഒരു കുട്ടീനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഹിൻലിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അയാളൊരു ഓഫനാണ്, സെർനെയിം ഇല്ല എന്നൊക്കെ ഉള്ളത്. കാതറീൻ ആണെങ്കിലോ, കാതറീൻ പതിയെ പതിയെ അയാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. അങ്ങനെ ഹിൻലി ഇയാളെ ഈ വന്ന കുട്ടിയാണ് ഹീത്ത് ക്ലിഫ്. ആ കുട്ടീനെ എത്രമാത്രം ഉപദ്രവിക്കുക അത്രയൊക്കെ ഉപദ്രവിക്കുന്നു, മാനസികമായി തളർത്തുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു പ്രതികാര മനോഭാവത്തിൽ നിന്നാണ് അയാളൊരു മോൺസ്റ്റർ ലൈക്ക് ആയിത്തീരുന്നത്. അങ്ങനെ പിന്നീട് ഹീത്ത് ക്ലിഫ് വളരുന്നു, ഹിൻലി വളരുന്നു, എല്ലാവരും വളരുന്നു. കാതറീനും ഹീത്ത് ക്ലിഫും തമ്മിൽ പ്രണയത്തിലാവുന്നു. പക്ഷേ ഇതിനൊരു റൊമാൻറ്റിക് നോവൽ എന്ന് പലരും വിളിക്കുമെങ്കിൽ പോലും എനിക്കതിനെ ഒരു റൊമാൻറ്റിക് നോവലായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് അറിയില്ല. കാരണം എനിക്കൊരു അബ്യൂസീവ് ലവാണ് ഫീൽ ചെയ്തത്. കാതറിനും ഹീത്ത് ക്ലിഫും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഒരുപാട് തലങ്ങളുണ്ട്. അതുപോലെ തന്നെ കാതറിൻ വേറൊരാളെ മാരേജ് ചെയ്യുകയാണ്, ലിൻഡനെ. പക്ഷേ എന്നാൽ പോലും കാതറിൻ മരിച്ചു കഴിയുമ്പോൾ പോലും ഹീത്ത് ക്ലിഫ് കാതറിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാതറിൻ്റെ പിന്നെ നമ്മളിതിലൊരു ഹൊറർ ഫീൽ വരുന്ന കാതറിൻ്റെ മരിച്ചുപോയ പ്രേതം ഹീത്ത് ക്ലിഫിനെ തേടി വരുന്നതും ഒക്കെയാണ്.
പക്ഷേ കാതറീനെ തന്നിൽ നിന്ന് അകറ്റിയത്, അല്ലെങ്കിൽ കാതറീൻ സ്നേഹിച്ചില്ല എന്നുള്ള പല കാരണങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഹീത്ക്ലിഫ്. ഇതിനോടെല്ലാം ദേഷ്യം അയാൾ തീർക്കുന്നത് പിന്നെയും വരുന്ന ജനറേഷനാണ്. ആരോടൊക്കെയോ അയാൾ ദേഷ്യം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളോട് പോലും അയാൾ ദേഷ്യം തീർക്കുകയാണ്. പിന്നെ വരുന്ന സെക്കൻഡ് ജനറേഷനിലെ കാതറിനുണ്ട്. സെക്കൻഡ് ജനറേഷനിലെ കാതറിലേക്ക് വരുമ്പോഴേക്കും അയാൾ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ആളെ തളർത്തിക്കളയുന്ന, അയാളുടെ ജീവിതം തന്നെ കളയുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നുണ്ട്. സോ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഹീത്ക്ലിഫ്. അത്രമാത്രം ക്രൂരതയുള്ളൊരു മനുഷ്യനാണ് ഹീത്ക്ലിഫ്. പക്ഷേ അയാൾക്ക് അയാളുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ട്, അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം ഹീത്ക്ലിഫ് താൻ ഈ ചെയ്തതിലൊന്നും ഒരു അർത്ഥമില്ലെന്ന് തിരിച്ചറിയുന്നു. ആള് മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുമ്പോഴേക്കും താൻ ചെയ്തത് തെറ്റാണെന്നൊരു ബോധത്തെക്കാൾ ഉപരി അയാൾക്ക് വേറെന്തൊക്കെയോ മനോഭാവങ്ങൾ വന്നിട്ട് അയാൾ അവസാനം എന്ത് ചെയ്യുന്നു, അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു റൊമാൻറ്റിക് നോവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗോതിക് ക്ലാസിക് നോവലാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരേ സമയം. ഒരു റീഡറിനെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വുദറിംഗ് ഹൈറ്റ്സ്. ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറഞ്ഞ പോലെ എനിക്കതിൻ്റെ ലാംഗ്വേജ് ഭയങ്കര അട്രാക്റ്റീവാണ്, അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഭയങ്കര അട്രാക്റ്റീവാണ്. സോ ഏതൊരാൾക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. പക്ഷെ എത്രമാത്രം പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അത്ര വലിയ ധാരണയില്ല. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലാസിക് ബുക്ക് തന്നെയാണ്. ഇത് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത തവണ കാണാം. ബൈ.